Hello, welcome to Market Discussion of the Day. Today, June 4th, 2025. വെനസ്ഡേ ആണ്. മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രാഷ് കോഴ്സ്. എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന 4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്. അടുത്ത ആഴ്ചയും നടക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക്, ഒരു ബേസിക് ലെവലിൽ പഠിച്ചു പോകണം എന്നുള്ള ആൾക്കാർക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണം എന്നുള്ള ആൾക്കാർക്ക് പെയ്ഡ് ആയിട്ടുള്ള സെഷനും പങ്കെടുക്കാം. 1 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്യുന്നതുമായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ പൊളിറ്റിക്കലി നടക്കുന്നുണ്ട്. ഒരുപാട് നമ്മുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. സോ നമുക്ക് പൊളിറ്റിക്കലി എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അതിന് മുന്നേയായിട്ട് ഇന്ന് വൈകുന്നേരം നമുക്ക് മിക്സഡ് ആയിട്ടുള്ള കുറേ ഡേറ്റാസ് വരുന്നുണ്ട്. ഒരു ഭയങ്കരമായ ഒരു ഡയറക്ഷണൽ ചേഞ്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഈവൻറ്റ്സ് അല്ല. പക്ഷേ എന്നിരുന്നാലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻറ്റ്സ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. നമുക്ക് ആദ്യമേ അത് നോക്കിപ്പോവാം, എന്നിട്ട് നമുക്ക് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യത്തിലോട്ടും പോവാം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ആണ്. ഓക്കെ, ഉച്ചയ്ക്ക് UK ടൈമിംഗ് 1:15 ഈ ന്യൂസ് വരുന്നത്. അതിനുശേഷം ബാങ്ക് ഓഫ് കാനഡയുടെ ഇൻട്രസ്റ്റ് റേറ്റ്, അത് നമ്മുടെ മാർക്കറ്റിനെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, ISM നോൺ മാനുഫാക്ചറിങ് PMI അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ഈ ആഴ്ചത്തെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഉക്രൈൻ വാർ കുറച്ചും കൂടെ നീണ്ടു നിൽക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉക്രൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. ഓക്കെ, സോ അത് ഉടനെ തന്നെ എന്താ പറയുക, ഒരു പീസ്ഫുൾ ചർച്ചയിലോട്ട് മാറാൻ പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ്, US പ്രസിഡന്റ്, പറയുകയും ചെയ്തു എന്താണ്, അവരുടേതായ ഡിസിഷൻസ് എടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതിൻ്റെ കൂടെ കസാഖിസ്ഥാനിൽ നിന്ന് കൂടുതൽ ഓയിൽ, കസാഖിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കൂടുതൽ ഓയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് യൂറോപ്പിലോട്ട് എന്നുള്ള ഒരു കാര്യം അതിൻ്റെ പുറമേ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ കാരണം എന്താ പറയുക, നമ്മുടെ ക്രൂഡ് ഓയിലിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് ആ ഒരു സമയത്തൊന്ന് നോക്കിയിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനായിട്ടുള്ളത്. അതാണ് ഈ ആഴ്ചത്തെ ക്രൂഡ് ഓയിൽ ഡേറ്റ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനായിട്ടുള്ള റീസൺ. ഓക്കെ, പിന്നീട് എന്താണ്, സോ എന്താ പറയുക, റഷ്യയിൽ നിന്നിട്ട് ഓയിൽ മേടിക്കുന്ന കൺട്രീസിന് 150% താരിഫ് കൊണ്ടുവരും എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓയിൽ മേടിക്കുന്ന കൺട്രിക്ക്. സോ ഇതൊക്കെയാണ് ക്രൂഡ് ഓയിലിനെ ഇന്ന് ക്രൂഡ് ഓയിലിനെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ കാര്യങ്ങൾ. സോ ഇതൊക്കെ നോക്കിയിട്ട് വേണം ഇന്ന് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്ന കറൻസീസിനകത്തും ഗോൾഡിനകത്തും ഒക്കെ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ചെറിയൊരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഞാനിപ്പോൾ കലണ്ടർ ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള ന്യൂസുകളിൽ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ പൊളിറ്റിക്കൽ സൈഡ് നമ്മൾ നോക്കുമ്പോൾ എന്താ പറയുക, നേരത്തെ പറഞ്ഞതുപോലെ ഉക്രൈൻ വാർ കുറച്ചും കൂടെ ശക്തമായി നീണ്ടു പോകാനായിട്ടുള്ള പോസിബിലിറ്റിയൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ നാറ്റോ മീറ്റിങ്ങിന് US പ്രസിഡന്റ് ഡയറക്റ്റ്ലി പങ്കെടുക്കത്തില്ല എന്നൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. അതിനകത്ത് പങ്കെടുക്കും എന്നുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഉക്രൈൻ വാർ പീസ്, US ഉക്രൈൻ ഇവർ തുർക്കിയിൽ വെച്ച് മീറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. ആ ഒരു പീസ് ചർച്ച നടക്കത്തില്ല എന്നുള്ളൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതെല്ലാം ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന ഗോൾഡിലാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഒരു അൺസർട്ടനിറ്റിയും കൂടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് സൗത്ത് കൊറിയയിൽ പുതിയ പ്രസിഡന്റ് വന്നു എന്നുള്ളതാണ്. ഓക്കെ, സൗത്ത് കൊറിയയിൽ പുതിയ പ്രസിഡന്റ് വരുമ്പോൾ എങ്ങനെയാണ് നോർത്ത് കൊറിയയായിട്ടുള്ള ഇനിയുള്ള ബന്ധം, ആ ബന്ധം കുറച്ചും കൂടെ പീസ്ഫുൾ ആയി തീരുമോ അതോ ഇനി അത് വാറിലോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. സോ ഇതൊക്കെ ബാക്കിൽ പൊളിറ്റിക്കലി നടക്കുന്ന കുറേ കാര്യങ്ങളും ഓൾറെഡി നമുക്കറിയാവുന്ന ഇന്ന സമയത്ത് ന്യൂസ് വരും എന്ന് പറയുന്ന എക്കണോമിക് കലണ്ടറിലുള്ള ന്യൂസുമാണ് ഞാനിപ്പോൾ പറഞ്ഞു പോയത്. ഓക്കെ, സോ ഇതാണ് എനിക്ക്
ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്നുള്ളത് പറയാനായിട്ടുള്ളത്, ഇതെല്ലാം നമ്മളൊന്ന് ഫോളോ ചെയ്തിരിക്കണം. ഈ ന്യൂസുകളെല്ലാം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ എന്താ പറയുക, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചാറ്റ് ജി പി ടി അടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കാം എന്താണ് അതിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈവൻ യൂട്യൂബിൽ നോക്കിയാൽ പോലും നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ട് ഉള്ളത്. സോ നേരെ നമ്മൾ നമ്മുടെ ടെക്നിക്കൽ ചാർട്ടിലോട്ട് പോകുമ്പോൾ ജെ പി വൈ ഇന്നലെ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 144.14. സോ ഇന്നലെ ഞാൻ പറഞ്ഞൊരു ബൈ പോയിന്റ് ഉണ്ട് 142.60 അടുത്ത് നമുക്ക് ബൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ ഇവിടുത്തെ ഒരു ടൈം ഓൾമോസ്റ്റ് 7 മണിക്ക് യു കെ ക്യാൻഡിലിനാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, സോ ഇവിടുത്തെ 7 മണിയുടെ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിലാണെന്ന് തോന്നുന്നു. ഓക്കെ, ഈ ഒരു ക്യാൻഡിലാണ് 7 മണിക്കുള്ള ക്യാൻഡിൽ. അപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് 142.88 ആയിരുന്നു. 142.6 വാങ്ങാനാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം 142.6 അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, 143 നിന്നും വാങ്ങാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 146 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 142.4 അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട്, അതായത് 20 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. പക്ഷെ ആ ട്രേഡ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് 140 പിപ്പ്, 140 അല്ല 200 പിപ്പിൻ്റെ അടുത്തിട്ടുള്ള 180 പിപ്പ് 170 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ് ഇന്നലെ വൈകുന്നേരം കിട്ടിയത്. ഓക്കെ, സോ അത് വളരെ അധികം നല്ലൊരു പ്രോഫിറ്റാണത്. പ്രോഫിറ്റ് എടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു. വളരെ നല്ല കാര്യം. ഓക്കെ, സോ എന്നിരുന്നാലും ഇന്ന് ജെ പി വൈയെ കുറിച്ച് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനോന്നുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല എന്നുള്ളതാണ്. കാരണം മാർക്കറ്റ് 143-ൻ്റെയും 144-ൻ്റെ മുകളിലും താഴെയായിട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ബെറ്റർ ആയിട്ട് നാളെ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ നാളെ നമുക്ക് 142-ൻ്റെ അടുത്ത് നമുക്ക് ജെ പി വൈ കിട്ടുകയാണെങ്കിൽ 142-ൻ്റെ അവിടെ നിന്ന് ബൈ ചെയ്യാം. 141.40 താഴെ. ഓക്കെ, അതിൻ്റെ താഴെ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, താല്പര്യമാണ് എവിടെ സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത്. ഓക്കെ, 141.4 താഴെ ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഓക്കെ, നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ, യൂറോയിൽ എനിക്കിപ്പോഴും ഐഡിയ ഇല്ല. ആക്ച്വലി ഞാൻ അറിയത്തില്ലാത്തത് കൊണ്ടിട്ടാണ്. ഓക്കെ, ഞാൻ നേരത്തെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 101.1400 അവിടെ നിന്ന് വേണമെങ്കിൽ ഒരു റിസ്കി സെല്ല് ചെയ്യാമെന്ന്. ഓക്കെ, സോ അത് തന്നെയാണ് എനിക്ക് ഇന്നും പറയാനായിട്ടുള്ളത്. അങ്ങനെ റിസ്കി സെല്ല് ഇന്നലെ എടുത്തിട്ടുള്ള ആൾക്കാർക്കും അത്യാവശ്യം ഒരു 50 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 1.1400 അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ട്രെൻഡ് അപ്പ് തന്നെയാണ്, പക്ഷേ എന്നിരുന്നാലും ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു 40 to 50 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറുക. വീണ്ടും നമുക്ക് 1.14 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ 1.400 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് വേണം 1.14. കഴിഞ്ഞ വട്ടം പോയതിൻ്റെ മുകളിലായിട്ട് 14510 വരെയാണ് പോയത്. 1.1460 മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി എടുക്കാവുന്നതാണ്. ഏതിലാണ്? നമ്മുടെ യൂറോയിൽ. ഓക്കെ, സോ നമുക്ക് എപ്പോഴും യൂറോ നമ്മൾ നേരത്തെ പറയാറുണ്ട് എന്താണ് 1.100 കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്യണം എന്ന്. അത് ഇപ്പം തന്നെ വേണമെങ്കിൽ അതിൻ്റെ നമുക്കത് കിട്ടുന്നില്ല, എനിക്കറിയാം. പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1.100 കിട്ടും എന്ന് തന്നെ വീണ്ടും പ്രതീക്ഷിക്കാം. എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും കിട്ടുമായിരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ പെൻഡിങ് ഓർഡർ ഇട്ട് വെക്കുക എന്നുള്ളതാണ് അല്ലേ. ഇത് ഞാൻ എടുത്തു തരുന്നത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ ഒരു വട്ടം, അതായത് കഴിഞ്ഞ ജനുവരിയിൽ 1.0200 മാർക്കറ്റിൽ നിന്ന സമയത്ത് ധൈര്യമായിട്ട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് വാങ്ങിയ ആൾക്കാർക്കൊക്കെ, ഒരു ലോട്ട് വാങ്ങിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ $10,000-12,000 ഓൾറെഡി പ്രോഫിറ്റ് ആയിട്ടുമുണ്ട്. ഓക്കെ, സോ അന്ന് എടുക്കാത്ത ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറയുന്നത് വീണ്ടും എടുക്കണം, ഇവിടുന്ന് ലോങ്ങർ ടേമിലോട്ട് എടുക്കണം. എനിക്കറിയാം ലോങ്ങർ ടേമിലോട്ട് എടുക്കുമ്പോൾ സ്വാപ്പ് ചാർജ് ഉണ്ടാവും. അത് നിങ്ങൾ ഏത് ബ്രോക്കറിലാണോ ട്രേഡ് ചെയ്യുന്നത് ആ ബ്രോക്കറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് സ്വാപ്പ് ചാർജ് ഇല്ലാതാക്കാനായിട്ടുള്ള സെറ്റപ്പ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ബ്രോക്കേഴ്സ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തും തരാം. ഓക്കെ, നമ്മൾ നേരെ ജി ബി പിയിലോട്ട് വരുമ്പോൾ, ജി ബി പി ഇപ്പോൾ കറൻറ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 1.3200 ഓക്കെ, ഇവിടുന്ന് എങ്ങോട്ട് എന്നുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചാൽ 1.32500 ആണ്. ഓക്കെ, സോ ഇത് 1.35200 ആണ്. എനിക്ക്
ഒരു 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 കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് ആക്ച്വലി നമ്മുടെ GBP നിൽക്കുന്നത്. നേരത്തെ മുതലേ ഞാൻ പറയാറുണ്ട് 1.300 അവിടുന്ന് നമുക്ക് വലിയൊരു ലോങ്ങർ ടേം ബൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം. അതും ഞാൻ പറയുന്നത് കഴിഞ്ഞ ജാനുവരിയിൽ, ഈ ജാനുവരിയിൽ 1.200 വന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ലോങ്ങർ ടേമിൽ ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു ലോട്ടിൽ ഓൾമോസ്റ്റ് $13,000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ വീണ്ടും അതേ ഒരു അവസരം 1.300 വാങ്ങുക, ലോങ്ങർ ടേമിലോട്ട് ഹോൾഡ് ചെയ്യുക, 1500 പിപ്പിൻ്റെ എങ്കിലും മൂവ്മെൻറ്റ് കിട്ടും. ഓക്കെ, പക്ഷേ ഉള്ള ഒരേ ഒരു കുഴപ്പം എന്താ വെച്ചാൽ 1.3500 മുകളിലായിട്ടാണ് ഇന്നലെയും ഇന്നും മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, കഴിഞ്ഞ ആഴ്ചത്തെ ക്ലോസിംഗ് 1.35 താഴെയായിരുന്നു, പക്ഷേ ഇന്നലെ ഇന്നും 1.35 മുകളിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ നോൺ ഫാം പേറോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളിയാഴ്ച വരുന്ന നോൺ ഫാം പേറോൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റയാണ്. ഈ നോൺ ഫാം പേറോൾ കഴിയുമ്പോഴും 1.3500 മുകളിൽ തന്നെയാണ് GBP എങ്കിൽ നമുക്ക് ഏകദേശം ഒരു കാര്യം ഉറപ്പിക്കാം, GBP 1.3500 മുകളിൽ തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈ പറയുന്ന 1.300 അവിടെ നിന്ന് നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ബൈ പോയിന്റ് നമുക്ക് 1.3500 അവിടെ നിന്ന് വാങ്ങേണ്ടി വരും. എന്നിരുന്നാൽ പോലും $1000 പ്രോഫിറ്റ്, 1000 പിപ്പിൻ്റെ പ്രോഫിറ്റ് വരും നമുക്ക്. ഓക്കെ, 1000 പിപ്പിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോട്ട് എടുക്കുന്ന ഒരാൾക്ക് $10,000 പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യമാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട. 6 to 7 months വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ വെയിറ്റ് ചെയ്യാനായിട്ട് ഉറപ്പുള്ള ആൾക്കാർക്ക് അതിനകത്തൊരു ബൈ എടുക്കാം. ഒരു ലോട്ട് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ $1000 ഒന്നും വെച്ചുകൊണ്ട് ഒരു ലോട്ട് GBP ഒന്നും എടുക്കരുത്. മിനിമം ഒരു $20,000 $25,000 എങ്കിലും അക്കൗണ്ട് വേണം നമുക്കത് അത് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ള നമ്മുടെ GBPയിലുള്ള അവസരം. ഓക്കെ, നേരെ നമ്മൾ നമ്മുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ GBP ഇന്ന് എന്തെങ്കിലും അവസരം ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, എനിക്ക് ബൈയും പറയാൻ പറ്റുന്നില്ല, സെല്ലും പറയാൻ പറ്റുന്നില്ല. രണ്ട് മാർക്കറ്റ് ഓപ്പണിങ്ങിന് 1.3500 താഴെയായിട്ട് മാർക്കറ്റ് കയറിയിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടാവുന്ന ആ ഒരു സമയത്ത് നമുക്ക് 1.3500 സെല്ലെടുക്കാം എന്നല്ലാതെ വേറൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അതൊരു 40 to 50 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരികയാണ്. ഓക്കെ, ഗോൾഡ് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ 3330 അടുത്ത് ബൈ ചെയ്യാൻ പറഞ്ഞു. 3333 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. 30 വന്ന് തട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. 3333 അല്ലെങ്കിൽ 35 റേഞ്ചിൽ ബൈ എടുത്ത് മുകളിലോട്ട് പോകണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, സോ വീണ്ടും ഇവിടെ മാർക്കറ്റ് ഇന്ന് അതേപോലെ കിട്ടിയാൽ അപ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, ഡൗണിൽ പോകാനായിട്ട് യാതൊരു ചാൻസും ഇല്ല പൊളിറ്റിക്കൽ കണ്ടീഷൻ വെച്ചിട്ട്. ഇല്ലെങ്കിൽ എന്തെങ്കിലും പീസ് ഡീൽ വരണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം അല്ലേ, താരിഫൊക്കെ എടുത്ത് മാറ്റി എന്നുള്ള വാർത്തയോ അല്ലെങ്കിൽ പീസ് ഡീൽ, റഷ്യ ഉക്രൈൻ വാറിൻ്റെ പീസ് ഡീലോ എന്തെങ്കിലുമൊക്കെ വരണം. അങ്ങനെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഒന്നുമില്ല ഇപ്പം. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് അപ് ട്രെൻഡ് തന്നെയാണ്. മാർക്കറ്റ് ഒന്ന് റീട്രേസ് ചെയ്ത് കിട്ടുന്ന സമയത്ത് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഗോൾഡിലുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, എവിടെയാണ് നമ്മൾ ബൈ ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും 3330 അടുത്ത് കിട്ടിയാൽ. ഓക്കെ, 3335, 340 ആ റേഞ്ചിൽ കിട്ടിയാൽ ബൈ ചെയ്തോ. ഓക്കെ, ഞാൻ ചെയ്യുന്നത് 3340 ഓൾറെഡി ഞാൻ ബൈ ലിമിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വീണ്ടും താഴോട്ട് പോയി 35 ഞാൻ വീണ്ടും വാങ്ങും എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ വിചാരിച്ച് വെച്ചിട്ടുള്ളത്. കാരണം ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കി കളയാൻ പാടില്ല. 3325 ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. ഓക്കെ, 3335 ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ 3320 താഴെയായിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് മാറ്റുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് ഉള്ളത് 3380 3380 മുകളിൽ, 3390 കഴിഞ്ഞ വട്ടം ഹൈ പോയതല്ലേ. 3390 മുകളിലായിട്ട് മാർക്കറ്റ് പുതിയ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ, പുതിയൊരു ക്യാൻഡിൽ 1 hour ക്യാൻഡിൽ ഓപ്പൺ ആയാൽ ഓക്കെ, നമുക്ക് ഏകദേശം ഒരു സിമ്പിളാണ് 3430 മാർക്കറ്റ് പോകും എന്നുള്ളൊരു കാര്യം. ഇന്നത്തെ റേഞ്ച് വന്നിട്ട് ഗോൾഡിൻ്റെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ
ഇന്ന് നമുക്ക് ഓക്കെ ഇന്ന് നമ്മളുടെ റേഞ്ച് ഗോൾഡിൻ്റെ റേഞ്ച് വന്നിട്ട് 3340 മുതൽ 3400 വരെയാണ്. ഓക്കെ, അതിലും ക്ലോസ് റേഞ്ച് ഞാൻ പറയുകയാണെങ്കിൽ 3350 മുതൽ 3390 വരെയാണ്. ഓക്കെ, 50 എന്താ പറയുക സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് വിശ്വാസം. പക്ഷെ എന്നിരുന്നാലും മാർക്കറ്റ് താഴോട്ട് വന്നാൽ നമുക്ക് 40 നിന്ന് ബൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം 50 നിന്ന് വാങ്ങണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ 50 ആക്ച്വലി ഉള്ള സപ്പോർട്ട്. ഓക്കെ, പക്ഷെ 50 നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവിടുന്ന് ബൈ എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇന്നലത്തെ ലോ പോയിന്റ് താഴെ വെക്കേണ്ടി വരും. ഒരു $20 സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. അത് കാരണമാണ് ഞാൻ 50 നിന്ന് ബേസിക്കലി ബൈ ചെയ്യാത്തത്. ഓക്കെ, സ്റ്റോപ്പ് ലോസിൻ്റെ ആ ഒരു ഇത് കൂടിപ്പോവും എന്നുള്ളത് കൊണ്ടിട്ടാണ്. ഇവിടുത്തെ കറണ്ട് പോയി. സോ നേരത്തെ ഞാൻ പറയാറുള്ളത് പോലെ ഇവിടുത്തെ എന്താ പറയുക, നമ്മൾ അനങ്ങാതിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ലൈറ്റ് പോവും. അതാണ് സംഭവിച്ചത്. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇതാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിനകത്ത് പറയാനായിട്ടുള്ളത്. മാർക്കറ്റ് ഡിസ്കഷൻ ഇട്ട് നാളെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ പല എന്താ പറയുക നോൺ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് ആ ഒരു അങ്ങനെ കാണുന്ന ആൾക്കാർ ജസ്റ്റ് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ എപ്പോഴും നിങ്ങൾക്ക് കിട്ടും അല്ലേ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിക്കുക. ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ഫ്രീ ആയിട്ടൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കോഴ്സിനെ കുറിച്ച് ബാക്കിയുള്ള ആൾക്കാരടുത്ത് സംസാരിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.